ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാര്യം ചിന്തിക്കാനുള്ളത്, ഇവിടെ ഈ കോൺഗ്രസിനെ വർക്ക് ചെയ്ത് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആൾ വി ഡി സതീശനാണല്ലോ. ജനങ്ങൾക്ക് ഈ 80% ആളുകൾക്കും വി ഡി സതീശൻ വരട്ടെ മുഖ്യമന്ത്രിയായിട്ടെന്നുള്ള ചിന്തയാണത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ ഭരണം നടത്തേണ്ടത്. അവരുടെ അഭിപ്രായം അനുസരിച്ചല്ലേ നമ്മൾ ഓരോരുത്തരെ നിയമിക്കേണ്ടതും അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്യേണ്ടതും. അപ്പോൾ ഇവിടെ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ ആൾ വലിയൊരു നേതാവാണ്. അദ്ദേഹം ആലപ്പുഴ MP ആണ്. മാത്രമല്ല ദേശീയ നേതാവുമാണ്. പുള്ളിയുടെ ആവശ്യം ശരിക്കും പാർലമെൻറ്റിലാണ്. ദേശീയ പ്രവർത്തനങ്ങൾക്കാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. ദേശീയ പ്രവർത്തനങ്ങൾക്ക് വി ഡി സതീശൻ പറ്റില്ല. അദ്ദേഹത്തിന് ദേശീയ തലത്തിലൊന്നും പ്രവർത്തിക്കാനുള്ള ഇത് ആയിട്ടില്ല. അത് മറ്റേ കെ സി വേണുഗോപാലിനാണ്. ഇതിപ്പോൾ ആളുകൾ പറഞ്ഞ് കെ സിനെ മുഖ്യമന്ത്രിയാക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. കാരണം കെ സി വേണുഗോപാലിന് ചിലപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇവിടെ മുഖ്യമന്ത്രിയാവണ വയസ്സ്. ഇത് ആളുകൾ പറഞ്ഞ് പുള്ളീനെ ഒരു ഈഗോ കയറ്റി ഇനി ഞാൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ, ചില പാർട്ടിയുടെ ആളുകൾ, പാർട്ടി വിങ്ങുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. അപ്പോൾ എപ്പോഴും ദേശീയ തലത്തിൽ പ്രവർത്തിക്കേണ്ട ഒരാൾ, പ്രവൃത്തി പരിചയമുള്ള ഒരാളെ കൊടുന്ന് ഇവിടെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് എങ്ങനെ ദേശീയ തലത്തിലൊരു പ്രവർത്തനം നടക്കും? അപ്പോൾ അങ്ങനെ ഒരാളെ കൊടുന്ന് ഇവിടെ മുഖ്യമന്ത്രിയാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡി സതീശൻ ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണ, ആ പ്രവർത്തനം ചെയ്യേണ്ട ആളെ മാറ്റി നിർത്തിയിട്ട് കെ സി വേണുഗോപാലിനെ ഈ പറഞ്ഞ മാതിരി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ രണ്ടും കട്ടായിപ്പോവും. ഇവിടെയും അവിടെ ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ അവിടെ കെ സിയും ഇവിടെ വി ഡിയാണ് വേണ്ടത്.